ശ്രീ ജേക്കബ് ജോർജ്, എന്നെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം എന്നാണ് കെ സുധാകരൻ ഹൈക്കമാൻഡിനോട് നേരത്തെ ആവശ്യപ്പെട്ടത്. പക്ഷേ അന്ന് സുധാകരന് വഴങ്ങിയ ഹൈക്കമാൻഡ് ഇപ്പോൾ ഏതാണ്ട് തീരുമാനത്തിലേക്ക് എത്തുന്നത് സതീശൻ അനുകൂലമായിട്ടാണ്. വഴങ്ങേണ്ട സമ്മർദ്ദതന്ത്രം സതീശൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്നതിൽ സംശയിക്കേണ്ടതായി ഒന്നുമില്ല. പക്ഷേ ഈ എന്നെ മാറ്റിയാൽ സതീശനെയും മാറ്റണമെന്ന ആവശ്യം പക്ഷെ അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ്. അതിൽ മാറ്റാനുള്ള സാധ്യതകളില്ല. സണ്ണി ജോസഫിന്റെ പേര് സുധാകരൻ പറഞ്ഞു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ വന്നു. പക്ഷെ അങ്ങനെയല്ല, സണ്ണി ജോസഫിനെ എൻ്റെ പേര് ഞാൻ നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ മാറ്റണമല്ലോ. അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് തന്നിട്ടില്ല, അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് സുധാകരൻ കൃത്യമായ അതൃപ്തിയിലാണുള്ളത് താനും. അപ്പോൾ ഈ അതൃപ്തി പരിഹരിക്കാതെ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോവുക എന്നത് എളുപ്പമല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയുമാണ്. സുധാകരൻ വഴങ്ങുക എന്നത് എത്ര എളുപ്പവുമല്ലെന്നാണല്ലോ. അതെ, സുധാകരൻ വഴങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സുധാകരന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റേതായ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, സുധാകരനെ മാറ്റി പകരം ഒരാളെ, സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആന്റോ ആന്റണി, ഇവരിൽ ഒരാളെ KPCC അധ്യക്ഷനാക്കുക എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞു. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വേണം താനും. അതായത് ദിവസങ്ങൾക്കുള്ളിൽ ആ തീരുമാനം വേണം. ആ തീരുമാനം ഇപ്പോൾ ഇന്നത്തെ പത്ര റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്, ആ തീരുമാനം സുധാകരനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് അറിയിച്ചു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹം മാനം രക്ഷിക്കാൻ വേണ്ടി ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. ആത്യന്തികമായിട്ട് സുധാകരൻ സ്ഥാനം ഒഴിയാറായി. ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹം സ്വയമേ ഒഴിഞ്ഞു പോകണം. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, അതിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതെ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നതാണ്. കാരണം കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി സുധാകരന് പിന്തുണ എന്ന നിലയ്ക്ക് പോലും അതിനെ വായിക്കേണ്ടതുണ്ട്. ഫോട്ടോയിൽ ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന ആളെ വേണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്നുള്ള വിമർശനങ്ങളൊക്കെ നേതൃത്വത്തിനെതിരെയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടതുണ്ടല്ലോ. അതൊക്കെയുണ്ട്. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവരെങ്കിലും ആവണം KPCC അധ്യക്ഷൻ കെ മുരളീധരന്റെ ഒരു ക്ലാസിക് പ്രസ്താവനയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കത്തുകളൊക്കെ തട്ടും. അത് ശരിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഹൈക്കമാൻഡ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഹൈക്കമാൻഡ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. പൊട്ടിത്തെറി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അത് കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നം. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെ നേരിടും എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ ആ തീരുമാനം ഉടനെ ഉണ്ടാവും. പുതിയ KPCC അധ്യക്ഷനായിട്ട് എന്റെ അനുമാനം ആന്റോ ആന്റണി തന്നെയായിരിക്കും KPCC അധ്യക്ഷൻ എന്നാണ്. ശരി, വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്.